ഹലോ ഗായ്സ്, വെൽക്കം ടു ജെ ഫാമിലി. നമ്മളിന്ന് മൂന്നാർ പോകുമ്പോഴാണ്, മൂന്നാറല്ല മൈസൂർ പോകുമ്പോഴാണ്. അപ്പോൾ കൊച്ചും നിശ്ചയനും ഒക്കെ വന്നിട്ടുണ്ട്. നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ആ ശേഷം ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ നാട്ടിലെത്തിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ശ്രീകുട്ടൻ ഇന്നത്തോടു കൂടി ലീവ് കഴിഞ്ഞു. അവൻ കിച്ചപ്പൂൻ്റെ കൂടി ഇരിക്കാൻ വേണ്ടി 2 ആഴ്ച മുമ്പേ ലീവ് എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഓക്കെ, ഇനി അടുത്ത വരവിന് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഉഷാമയാണ് കേട്ടോ. അവസാനം അമ്മ കാര്യം തുടങ്ങി. അമ്മ അങ്ങനെയാണ്, അമ്മ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം അമ്മ കാര്യം തുടങ്ങും. ഇവനെന്താ ഇവിടെ തിരിയും? അമ്മ എന്തിനാ കാര്യം? ഞങ്ങൾ തിരിച്ചു വരും നാളെ. അമ്മ അങ്ങനെ തിരിച്ചു വരും നാളെ കേട്ടോ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയേക്കണേ. ശ്രീകുട്ടൻ പോയിന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കാണ്ടിരിക്കരുത്. നീ UK കാണാ പറ. വരും പറ, ചെറിയ കല്യാണിക്ക് വരാം. ഇപ്പൊ സമയം രാവിലെ 6 മണിയാണ്. നമ്മൾ ഇത്രയും നേരത്തെ ഇറങ്ങുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര വളരെ വളരെ നേരത്തെയാണ്. അതെ. അപ്പോ നമ്മൾ നേരെ മൈസൂർ. ഇവർക്ക് ഇത്ര ഉത്തരവാദിത്തം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു എന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ പോലെ 6 മണി എന്ന് പറഞ്ഞാൽ 8 മണിക്ക് വരുന്ന ടൈപ്പാണ്. പക്ഷെ ഞങ്ങളെ സ്തംഭിപ്പിച്ചുകൊണ്ട് രാവിലെ കണ്ണൂർ നോക്കുമ്പോണ്ട് കൊച്ചു കുളിച്ചിട്ടൊക്കെ നിക്കണൊക്കെ ടെൻഷൻ ആയിരിക്കല്ലേ. 1 അല്ല 2 അല്ല 3 അല്ല 4-5 വർഷങ്ങളത്തെ. അത് ശരിക്കും മൈസൂർ അല്ല നമ്മുടെ പ്ലാൻ അല്ലേ, ഡൽഹി ആയിരുന്നു. പക്ഷെ നമ്മള് മൈസൂർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അല്ല ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ടിക്കറ്റോ? ഒരു ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ ഈ നമ്മൾ വഴിക്കടവ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഇനി നമുക്ക് മമ്മ കഴിച്ച് ഇറങ്ങിയതാണോ നിങ്ങള്? ഓനോ നമ്മള് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങാൻ വേണ്ടി എന്തായാലും 4-4.5 മണിക്കൂറുണ്ട്. ടേക്ക് ടൈം. അവന് സത്യം അവിടെയൊക്കെ നോക്ക്. നീ അവിടെ രാവിലെ പോവാണെങ്കിൽ ഈ ടൈമിലൊക്കെ നോക്ക് ഈസ്നു എത്ര ഡിയറാ നോക്ക്. Can you open the window? ഹായ് വന്നോക്കെ അല്ല ഇവര് പറയണ ഹൈപ്പിനുള്ളതൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ നോക്കിയാ കുറച്ചേരെ വീണ്ടും. Oh my god. Again. അതവിടെ അവിടെ അവിടെ ഇവിടെ സത്യമാണെന്ന് അറിയിക്കാൻ വേണ്ടി എവിടുന്നോ കുറച്ച് പിണ്ടാക്കി എടുത്ത് ഇവിടെ കൊണ്ട് ഇട്ട്. സത്യമാണ് ഇവിടെ ആനയൊക്കെ അനങ്ങണില്ല. ആനയൊന്നും ഇങ്ങനെ നിപ്പുണ്ട്. ചെലപ്പോ വല്ല ഒക്കെ ചെയ്തിട്ട് വെച്ചുകൊണ്ട് വെച്ചിരിക്കുന്നൊക്കെ. എന്ത് മാനാണോ? ഓ ചോടാ ചെലുക്ക് പിടിച്ചിട്ട് ഇപ്പൊ ആ മാനിന്റെ ഓട്ടത്തിന് ചെലപ്പോ നീ നേരെ മൈസൂർ എത്തുമോ? മാന് അത് കിട്ടിയതേ ഭാഗ്യം ഇതാണ് മസനഗുഡി വഴി. എന്താ അതിനകത്ത് അങ്ങനെ അത്രയും സ്പെഷ്യാലിറ്റി ആ വരാൻ കാരണടാ ഈ മസനഗുഡി വഴി? അല്ല
എന്തിനാ പോയേ ചോദിക്കാൻ? തിന്നാൻ വേണ്ടി പോയതൊക്കെ. ഈ ചെക്ക് പോസ്റ്റ് കൂടെ പാസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു തിരിച്ചു വരുമ്പോൾ ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഞങ്ങളെ എന്തെങ്കിലും കടത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പിടിക്കുമെന്ന്. അതൊരു ഭയങ്കര കോമഡി സ്റ്റോറിയാണ്. ഞങ്ങൾ ലൈഫിൽ ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. അത് ഞാൻ ഇതിന്റെ തിരിച്ചു വരുന്ന വീഡിയോയിൽ ആഡ് കേട്ടോ. കക്കനല്ല, ഇനി അങ്ങോട്ട് മുഴുവൻ ഹല്ലി ഹല്ലി ആയിരിക്കും അല്ലേ? അതൊക്കെ പൂരിക്കൊണ്ട് പോകുന്ന തോന്നുന്ന കുട്ടികളാണ്. നോക്കടാ നമ്മളെ വണ്ടിയുടെ മുമ്പിൽ മങ്കി നമ്മളെങ്ങനെ പോവാ? ആ ക്യാമറ ഇന്ന് ഊരും ഇന്നത്തോടു കൂടി. എന്തൊക്കെ സോളാറൊക്കെ തീരുമാനമായിട്ടുണ്ട്. ഒരുത്തൻ വരുന്നുണ്ടിട്ട് ചാടി തുള്ളിട്ട് നല്ല കുത്തന്റെ പതുക്കെ പോക്കെ തങ്കു. അവര് ടെൻഷൻ ആയി കഴിഞ്ഞാൽ ഒറ്റ കുത്തു. അവരിന് ഒരു സ്ക്രാച്ച് വന്ന് തീർന്നുട്ടാ. എനിക്കറിയാൻ പാടില്ല. ഇവരൊന്നും മിണ്ടില്ല. ഇവരൊന്നും എങ്ങോട്ട് പോയിക്കോട്ടെ പോയിക്കോട്ടെ. വരണോക്ക് വരണോക്ക്. നിന്റെ ലെഫ്റ്റ് സൈഡ് നോക്ക്. ശ്രീകുട്ടന്റെ ടീമാണോ? ഈ ആൾക്കാരിത് എന്ത് ചെയ്യാണ്? അവര് തട്ടണേ വേണ്ടായി പോണത്. തട്ടിട്ട് വേണം കുറച്ച് പൈസ വാങ്ങിക്കാൻ. നമ്മുടെ അവരാ പശു കിടന്നിട്ടോ നമ്മള് പശുവിനെ അതിന്റെ കാലും ഇതും കൊളുത്തിട്ടിരിക്കാണ്. നോക്ക് മൂക്കയർ വെച്ചിട്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കൊള്ളാം, വൈബായിട്ടുണ്ട് സ്ഥലം. ഇവിടെയാണ് ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ. ഓഫ്, മാരക വഴി, ഭയങ്കര അടിപൊളി വഴിയില്ലേ? ഞാൻ മറ്റേ ഇന്നലെ തമിഴ്നാട് അല്ല മിനിഞ്ഞാൻ തമിഴ്നാട്, ഇന്നലെ കേരള, ഇന്ന് കർണാടക എന്നൊക്കെ. നല്ല കാറ്റിന്റെ നല്ല വൈബുണ്ട് അല്ലേ? എടാ ആസ്ഥാന ഫോട്ടോഗ്രാഫർ. ഞാനും കിച്ചപ്പോ ഒരു വാക്കിന് ഇറങ്ങിയതാണ്. നല്ല രസമുണ്ട് കേട്ടോ, നല്ല വൈബായിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലും സൺഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പറയണേ. ഇപ്പോ അതിന്റെ സീസൺ അല്ലാത്തോണ്ടില്ല. നമ്മള് പോവാൻ നേരത്തതേ നമുക്കിനി കണ്ടില്ലാന്ന് വിഷമം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഇവിടെ ഉണ്ട് കേട്ടോ. വെരി ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് ഈ സൈഡ് ഫുൾ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ചൊക്കെ എന്ത് ഭംഗിയുണ്ടാവില്ല. നല്ല രസമാണ്. ഇത് മറ്റുന്ന ഓ പൈസ ഉണ്ടോ? നമ്മൾ ഫോട്ടോ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അയാൾ പെട്ടെന്ന് നൈസിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ പൈസ വേണം, വീഡിയോ എടുക്കണമെങ്കിൽ പൈസ വേണം എന്നൊക്കെ. ആരുടെ കളി എന്നൊക്കെ എടുക്കില്ലേ ഞാൻ വീഡിയോ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.